ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത്, പക്ഷേ ഇത് വലിയ പോര് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കൊടുക്കുമെങ്കിലും ഈ കാര്യം ഗവർണർ തോൽക്കുന്നൊരു കളിയാണ്. ഗവർണർ യഥാർത്ഥത്തിൽ തോൽക്കുന്നൊരു കളി അദ്ദേഹം കളിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ബേസും ഇല്ലാത്ത ഒരു പരിപാടിയാണ് ഈ ഭാരതാംബയ എന്ന് പറഞ്ഞ് ഈ ചിത്രത്തിന് എന്നാണ് അദ്ദേഹം വിളിക്കുന്നതൊക്കെ ചെയ്യുന്നത്. ആ ചിത്രത്തെ കൊണ്ടുപോയിട്ട് അവിടെ വെക്കുന്നത് യഥാർത്ഥത്തിൽ ഇതൊരു ഹിന്ദുത്വ ബിംബമാണ് എന്ന് ഹർഷൻ ഇന്നലെ കഴിഞ്ഞ ദിവസം വിശദമായിട്ട് പറഞ്ഞല്ലോ. ദുർഗ ഒരു അങ്ങനെ സാമ്യതയുള്ള ഒരു അത് ഇന്നിപ്പോൾ ഒരു ചർച്ചയിൽ ഒരു BJP കാരൻ പറയുന്നത് കേട്ടു. അപ്പം അതുപോലൊരു ഹിന്ദുത്വ രൂപത്തെ ഒരു മതേതര രാഷ്ട്രത്തിൻ്റെ പ്രധാനപ്പെട്ട സ്ഥലത്ത് കൊണ്ടുപോയി വെക്കുക എന്ന് വെച്ചാൽ ഈ രാജ്യത്തിൻ്റെ ഭരണഘടന അനുവദിക്കുന്നതല്ല. അപ്പോൾ ഈ ഭരണഘടനയ്ക്കകത്ത് തന്നെ ഇത് കൊണ്ടുവരണം എന്ന ആഗ്രഹം ഈ ആർലേക്കറുടെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ പിൻപറ്റുന്ന അതിൻ്റെ മുൻ തലമുറക്കാർക്കുണ്ടായിരുന്നു. ഭരണഘടന മാസങ്ങളോളം ചർച്ചയായിട്ടുണ്ടാക്കിയ ഭരണഘടനയുടെ അടിസ്ഥാനത്തിലാണല്ലോ ഈ വലിയ രാജ്യം ഭരിക്കപ്പെടുന്നത്. അപ്പോൾ ആ ഭരണഘടന ഉണ്ടാക്കുമ്പോൾ തന്നെ ആർലേക്കറേക്കാൾ കൂടുതൽ ശക്തമായിട്ട് പറയാൻ ശേഷിയുണ്ടായിരുന്ന വളരെ ഗംഭീരമായിട്ടുള്ള പണ്ഡിതർ, ഹിന്ദുത്വ പണ്ഡിതർ, ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ ആളുകളായിട്ടുള്ള പുറത്തൊക്കെ പോയിട്ട് പഠിച്ചു വന്നിരിക്കുന്ന വളരെ ഗംഭീരമായിട്ടുള്ള ബാരിസ്റ്റേഴ്സൊക്കെ വാദിച്ചു നോക്കി, പരമാവധി വാദിച്ചു നോക്കി. അതായത് ഇൻ ദ നെയിം ഓഫ് ഗോഡ് എന്ന് വേണം ഈ ഭരണഘടന തുടങ്ങാൻ. നമ്മുടെ ഹിന്ദു മതമാണ് ഇതിൻ്റെ അടിസ്ഥാന മതം, അതുകൊണ്ട് ഹിന്ദു മതത്തിൻ്റെ ഐക്കൺസിനെ ഈ ഇതിനകത്ത് കൊണ്ടുവരണം എന്നൊക്കെ ഈ ഇദ്ദേഹത്തെക്കാൾ ശക്തമായിട്ട് വാദിക്കുന്ന, ഇദ്ദേഹത്തെക്കാൾ വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ആളുകൾ ആ പക്ഷത്തുണ്ടായിരുന്നു. പക്ഷേ ഇൻ ദ നെയിം ഓഫ് ഗോഡ് എന്നല്ല, ബി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് അങ്ങേയറ്റം സെക്യുലർ ആയിട്ടുള്ള വഴിയിലാണ് നമ്മുടെ ഭരണഘടന തുടങ്ങിയിരിക്കുന്നത്. ഭരണഘടന ആകെ തന്നെയും ഒരു മതത്തിൻ്റേതുമല്ല, സെക്യുലർ ആയിട്ടുള്ളൊരു രാജ്യമാണ്, മതേതര രാജ്യമാണ് എന്ന് തെളിയിച്ചതാണ്. അപ്പോൾ ഒരു മതേതര രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട സ്ഥലത്തേക്ക് ഈ ഭരണഘടന നിബന്ധിക്കാത്ത ഒരു സംഗതി എടുത്ത് വെക്കുക എന്ന് വെച്ചാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ ഭരണഘടനയിൽ പതാക, ദേശീയ പതാക എങ്ങനെ കെട്ടണം, ഏത് നിറം ഉയരത്തിലേക്ക് പോകണം, എത്ര വീതി വേണം, എത്ര നീളം വേണം, ഇതൊക്കെ കൃത്യമായിട്ട് കർക്കശമായിട്ട് എഴുതി വെച്ചിരിക്കുന്ന ഭരണഘടനയാണ്. നമ്മുടെ അടയാളങ്ങൾ എന്തൊക്കെയാണ്, നമ്മളെ ഈ ഒഫീഷ്യലായിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെ നീക്കണം, ഗവർണറുടെ ചുമതലകൾ എന്തൊക്കെയാണ്, ഇതൊക്കെ വളരെയായിട്ട് കടുകിട വ്യത്യാസമില്ലാതെ എഴുതി വെച്ചിരിക്കുന്ന സംഗതിയാണ്. നമ്മുടെ മാപ്പ്, ഈ ഭൂപടം എനിക്ക് തോന്നുന്ന പോലെ വരക്കാൻ പറ്റത്തില്ലത്. അത് പ്രത്യേകിച്ചും ഒരു സ്ഥലത്ത് വെക്കുകയാണെങ്കിൽ അതൊക്കെ ഒരു ഒഫീഷ്യൽ സ്ഥലത്ത് വെക്കുകയാണെങ്കിൽ വളരെ കൃത്യമായിരിക്കണം. അപ്പോൾ ഇത്രയ്ക്ക് കൃത്യമായിട്ട് വരച്ച് വെച്ചിരിക്കുന്ന ഒരു സംഗതി അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പക്ഷത്ത്, അദ്ദേഹം ശാഖയിൽ ചെറുപ്പകാലം മുതലേ കണ്ട് അദ്ദേഹത്തൊരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് വന്ന, അദ്ദേഹത്തിന് വളരെ ബന്ധ്യത തോന്നുന്ന ഒരു ചിത്രം എടുത്തിട്ട് അദ്ദേഹത്തിൻ്റെ സ്ഥലത്ത് കൊണ്ട് വന്നിട്ട് മറ്റുള്ളവരോട് ഇത് ഇങ്ങനെ പാലിക്കാൻ പറയാൻ പറ്റില്ല. നമ്മൾ